ഹലോ ഗൈസ്, എമ്പുരാൻ ഇറങ്ങിയിട്ട് 4-5 ദിവസമായെങ്കിലും ഞങ്ങൾ ഇപ്പോഴാണ് കാണാൻ പോണത്. നമുക്കിന്നാണ് സമയം കിട്ടിയത്. കാനഡയിൽ നമ്മുടെ ഒഴിവ് നോക്കിയിട്ട് നമുക്ക് സിനിമ കാണാൻ പറ്റുള്ളൂ. അല്ലാണ്ട് സിനിമ റിലീസ് ആവണമെന്നും പറഞ്ഞിട്ട് സിനിമ കാണാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ നമ്മൾ ഇന്ന് സിനിമ കാണാൻ പോയിക്കണത് യോക്ക് സിനിമാസിലാണ് ട്ടോ. യോക്ക് സിനിമാസ് അത്യാവശ്യം ഫേമസ് ആണ് വെടിവെപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ ദേ എമ്പുരാൻ നമ്മൾ ഇന്ന് ടിക്കറ്റ് എടുത്തേക്കണത് റിയോ എന്നും പറഞ്ഞൊരു തിയേറ്ററിലാണ് ട്ടോ. പടം തുടങ്ങിയപ്പോൾ തന്നെ ഗംഭീരമായിരുന്നു. ഭയങ്കര ഹൈപ്പൊക്കെ കൊടുത്തിട്ടുള്ളൊരു സംഭവമായതുകൊണ്ടും എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു പടത്തിനെ കുറിച്ചിട്ട്. പക്ഷേ എന്തു പറയാനാ, പടം അങ്ങോട്ട് കണ്ടു തുടങ്ങി കുറച്ചായി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ആ ഒരു ഹൈപ്പൊക്കെ അങ്ങോട്ട് കുറഞ്ഞു തുടങ്ങി. എന്തായാലും ഇൻ്റർവെല്ലായപ്പോഴേക്കും ഞങ്ങൾ ദേ പുറത്ത് പോയി 2 പോപ്കോണും കോഫിയും പെപ്സിയൊക്കെ വാങ്ങിച്ചിട്ട് പോന്നിട്ടാ. പിന്നെ മൊത്തത്തിൽ പടം കണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ കൊടുത്ത ആ ഒരു ഹൈപ്പിൻ്റെ അത്ര ഉണ്ടായിരുന്നില്ലെങ്കിലും പടം അടിപൊളിയായിരുന്നു. എനിക്കിഷ്ടമായി. എന്തായാലും വൺ ടൈം വാച്ചബിളാണ്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രതീക്ഷിക്കാണ്ട് പടം പോയി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. പിന്നെ ഇതിൻ്റെ ഒരു സീരീസ് പോലെ വരാനിരിക്കുകയാണെങ്കിൽ പൃഥ്വിരാജിൻ്റെ ഈ ഒരു സംഭവം അടിപൊളിയായിരിക്കുള്ളൂ എന്നാണ് പറയണത്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. അങ്ങനെ ദേ പടം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. നമ്മൾ അവിടെ നേരെ വാൾമാർട്ടിലേക്കാണ് വന്നത്. വേറെ ഒന്നുമില്ല, ഒരു വാട്ടർ ഫിൽറ്റർ വാങ്ങിക്കാൻ വേണ്ടി. പിന്നെ വാൾമാർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഹരിനെ കാണാൻ കിട്ടില്ല. വേറെ ഒന്നുമില്ല, ഹരി നേരെ ദേ ഡ്രസ്സ് സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകൂട്ടാ. അപ്പോൾ അതുകൊണ്ട് ഹരിനെ തപ്പി പിടിച്ചിട്ട് ഇനിയിപ്പോൾ ദേ നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങണം. കാരണം ടൈം സ്പെൻഡ് ചെയ്യാൻ നമ്മുടെ അടുത്തില്ല. അവിടെ നിന്ന് നേരെ സാധനവും ബില്ല് ചെയ്തിട്ട് ഞങ്ങൾ ദേ വീട്ടിൽ പോയിട്ടാ. ഇന്നത്തെ അപ്പോൾ അത്രേ ഉള്ളൂ.